നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, ധനകാര്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ഏറ്റെടുത്തതിൽ എവിടെയൊക്കെയോ ചില ദുരൂഹതകൾ ആർക്കൊക്കെയോ തോന്നുന്നുണ്ട്. നമുക്കും അങ്ങനെ ചില സംശയങ്ങളുണ്ടല്ലേ. നിലവിൽ റിവൈസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച നമ്മുടെ പുതിയ മന്ത്രിസഭയുടെ, അതായത് വി ഡി സതീശൻ്റെ കന്നി ബഡ്ജറ്റിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ചില ദുരൂഹതകൾ മണക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, ഈ കഴിഞ്ഞ മാസം, അതായത് മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപായി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദ്ദേഹം നടത്തിയ മംഗലാപുരം യാത്രയുണ്ട്. അന്ന് ആദ്യം പറഞ്ഞത് മൂകാംബിക ദർശനമാണ് എന്ന് പറയുന്നു. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന, അതായത് ആര്യാട ഷൗക്കത്തിൻ്റെ ഫാദർ, അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു അകന്ന ബന്ധുവിനെ കാണാൻ വേണ്ടി ഒരു യാത്ര ചെയ്തു എന്ന് പറയുന്ന സംശയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ രണ്ട് കള്ളങ്ങളാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബഡ്ജറ്റിനെ കുറിച്ച് നോക്കാം. ബഡ്ജറ്റിൽ നമുക്കറിയാവുന്ന പോലെ ഇത്തവണയും പദ്ധതി വിഹിതം എന്നുള്ള നിലയിലേക്ക് ഏകദേശം 35,000 കോടി രൂപയാണ് അടങ്കൽ വെച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യമുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം, പ്രിയദർശിനി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ വനിതകൾക്കായി KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നു. ഇതിന് ആദ്യത്തെ കണക്ക് കൂട്ടലുകൾ പ്രകാരം, ആദ്യം നമുക്കറിയാമല്ലോ, ജെൻഡർ തിരിച്ചിട്ട് ടിക്കറ്റുകൾ രേഖപ്പെടുത്തുന്ന ഒരു സജ്ജീകരണം തുടങ്ങിയിരുന്നു. ഇത് പ്രകാരമുള്ള ഒരു കണക്കായിരുന്നു സത്യത്തിൽ പിന്നീട് പറഞ്ഞ് 800 കോടി രൂപ എന്ന് പറയുന്ന ഒരു കണക്ക്. എന്നാൽ നിലവിൽ ആദ്യത്തെ ആ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിരിക്കുന്ന ആ കണക്കിൽ തന്നെ പിഴവുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നിലവിലിപ്പോൾ ഏകദേശം ഈ പ്രിയദർശിനി എന്ന് പറയുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിവർഷം സംസ്ഥാന സർക്കാരിന് ചെലവ് എന്നുള്ള നിലയിൽ നീക്കി വെച്ചിരിക്കുന്നത് വെറും 600 കോടി രൂപ മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കുക, അതിൽ തന്നെ ഏകദേശം 200 കോടി രൂപയുടെ കുറവ് ഇപ്പോൾ തന്നെ ഈ സർക്കാർ വരുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇവിടെ എന്തുകൊണ്ടാണ് നേരത്തെ ഒരു സംശയം ഞാൻ ഉന്നയിച്ചത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന തീരദേശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്താൻ പോകുന്ന പദ്ധതികളിലുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തുറമുഖം, ചെറിയ തുറമുഖങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതായത് തീരം മുടിക്കാൻ പോവുകയാണോ എന്നൊരു സംശയം എല്ലാവരുടെയും മുന്നിലുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അദാനി ഗ്രൂപ്പിൻ്റെതാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് നമുക്കറിയാം. ഇതിലെല്ലാം ഒരു സ്വകാര്യ പങ്കാളിത്തം ഇതിനകത്ത് ഈ പറയാൻ പോകുന്ന ഈ തീരദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന എല്ലാ പ്രോജക്റ്റിലും ഒരു സ്വകാര്യ പങ്കാളിത്തം ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ തീരദേശം എമ്പാടും എടുത്തുകൊണ്ട് അദാനി പോലെയുള്ള വമ്പൻ കോർപ്പറേറ്റുകൾക്ക് മറിച്ചു വിൽക്കാൻ പോവുകയാണോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ നിലവിൽ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതിനു വേണ്ടി മാത്രമായി അവിടെ, അതായത് തീരദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കടൽ തീരത്തിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പല കാര്യങ്ങൾ സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഏകദേശം മാറ്റിവെച്ചിരിക്കുന്നത് 750 കോടി രൂപയാണ്. അതിന് മൊത്തത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഓരോ പദ്ധതികളായിട്ടല്ല. ഒരൊറ്റ ഇത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 750 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ 50 കോടി രൂപ പ്രത്യേകമുണ്ട്. അത് ഒരു മ്യൂസിയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. ഈ പറയുന്ന സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് കൂടി വികസനത്തിൻ്റെ അല്ലെങ്കിൽ ഗുണം ലഭിക്കുന്ന തരത്തിലാണ് ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് ഉപക്രമത്തിനിടയിൽ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സഭയെ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ പദ്ധതികളിൽ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങും നമുക്ക് സാധാരണക്കാർക്ക് ഗുണം ലഭിക്കുന്നതായി നമുക്ക് തോന്നുന്നില്ല. തദ്ദേശീയരായ ആളുകൾക്ക് അവിടെ സംവരണം ഏർപ്പെടുത്തണം എന്ന് മാത്രം, അതായത് ജോലിക്ക് സംവരണം ഏർപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം മാത്രമാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ, അതായത് ഈ പറയുന്ന നമുക്ക് പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതി നടത്തിപ്പിൻ്റെ അതിനുവേണ്ടി വിഹിതത്തിൽ 200 കോടിയുടെ കുറവുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പറയുന്ന തീരദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ തുക അവിടെ ചെലവഴിക്കാനും മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ചില സംശയങ്ങൾ ഇപ്പോഴും നമുക്ക് നിലനിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. അടുത്ത ഇന്ദിരാ ഗ്യാരണ്ടി എന്തായിരുന്നു? അടുത്ത ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് എടുത്തു വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അടുത്ത ഇന്ദിരാ ഗ്യാരണ്ടി ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സംശയമുണ്ട്. കാരണം ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നിലവിൽ നീക്കി വെച്ചിരിക്കുന്ന തുക വെറും 10 കോടി രൂപയാണ്.
ചില സെൻസസുകൾ പ്രകാരം ഏകദേശം 77 ലക്ഷം, അതായത് ഇപ്പോൾ 98 ലക്ഷം വരെ എത്തി നിൽക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ കുടുംബങ്ങളുടെ എണ്ണം, ആകെ കുടുംബങ്ങൾ. അപ്പോൾ ഈ കുടുംബങ്ങൾക്കായിട്ട് വെറും 10 കോടി രൂപയാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നുള്ള പേരിൽ നീക്കി വെച്ചിരിക്കുന്നത് എന്ന് കാണാം. ഇനി ഇതിനകത്ത് എവിടെയെങ്കിലും കിണികളുണ്ടോ? നമുക്കറിയാം 77 പേർക്ക് അല്ലെങ്കിൽ 77 ലക്ഷം ആളുകൾക്ക് 25 ലക്ഷം നൽകാൻ വേണ്ടിയിട്ടൊരു പദ്ധതി ആകുമ്പോൾ അത് ഏകദേശം 19,000 ചില്ലുവാനം കോടി രൂപയുടെ 19 ലക്ഷത്തി ചില്ലുവാനം കോടി രൂപയുടെ ചെലവ് അതിന് ഉണ്ടാകും, അല്ലെങ്കിൽ ആ നീക്കിയിരിപ്പ് സംസ്ഥാന സർക്കാരിനുണ്ടാകണം. എന്നാൽ അത്രയും വലിയ തുകയില്ല. ഇനി പൊയ്ക്കോട്ടെ, അതും വിട്ടേക്കൂ. അങ്ങനെ ഒരു തുക ഇനി ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കോർപ്പറേറ്റ് കമ്പനിക്ക് പ്രീമിയം എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാർ അടയ്ക്കുന്ന രീതിയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് വയ്ക്കുക. സാധാരണ നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നത് അങ്ങനെയാണല്ലോ. ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെയാണ്? നമ്മളൊരു പ്രീമിയം, വാർഷിക പ്രീമിയം അടച്ചു പോകുന്നു, അല്ലെങ്കിൽ മന്ത്ലി അതൊക്കെ ഡെബിറ്റായി പോകുന്നു. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇൽനെസ് ഉണ്ടായി ആശുപത്രിയിൽ അഡ്മിറ്റായി നമുക്ക് അങ്ങനെ ലഭിക്കുന്ന തുക ഇൻഷുറൻസ് കമ്പനിക്കാരാണ് ആ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് ബില്ല് പേ ചെയ്യുന്നത്. എന്നാൽ ചിലത് റീഇംബേഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കൂടി അക്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ചില കമ്പനികൾ അങ്ങനെ കൂടി നൽകുന്നുണ്ട്. അപ്പം ഇത് 2 പദ്ധതികളാണ്. അപ്പം നിലവിൽ നമുക്കറിയാം, നമുക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ നമ്മൾ പ്രതിവർഷം 10,000 രൂപ അടയ്ക്കേണ്ടി വരുന്നു. എന്നാൽ നിലവിൽ ഒരു 3,000 രൂപ എന്നുള്ള നിലയിൽ നമ്മൾ കണക്കാക്കി നോക്കിക്കോളൂ. ഏകദേശം ഈ ഒരു പദ്ധതി എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 2,000-ലധികം കോടി രൂപ സംസ്ഥാന സർക്കാരിന് നീക്കിയിരിപ്പ് വെക്കേണ്ടി വരുന്നു. അതായത് പ്രീമിയം അടയ്ക്കുന്നത് സംസ്ഥാന സർക്കാരാണെങ്കിൽ പ്രതിവർഷം 2,000 കോടിയിലധികം രൂപ വേണ്ടി വരുന്നു എന്നർത്ഥം. അപ്പോൾ ഇത്രയും 2,000 കോടി രൂപ വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിലവിൽ ഈ പറയുന്ന 10 കോടി രൂപ കൊണ്ട് ഇത്രയും ആൾക്കാരെ ഊട്ടാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിനതിൽ നമുക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട സംശയം. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ക്ഷേമ പെൻഷൻ 2000 എന്ന് പറയുന്ന കണക്കിലേക്ക് കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ക്ഷേമ പെൻഷൻ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ അതിലൊരു 100 രൂപയുടെ പോലും വർധനവ് വരുത്തുന്നത് സംബന്ധിച്ചോ ഈ പറയുന്ന ബഡ്ജറ്റിൽ എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ അതായത് ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ള പേരിൽ ഈ പറയുന്ന ക്ഷേമ പെൻഷനുകൾ 2000-ൽ നിന്നും 1000 രൂപയുടെ വർധനയോടുകൂടി 3,000 രൂപയിൽ എത്തിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെക്കുറിച്ചും ബഡ്ജറ്റിൽ സംസാരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു പെൻഷൻ പദ്ധതി ഏകദേശം 3,800 കോടിയുടെ ഒരു പദ്ധതി കഴിഞ്ഞ സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ തുക ഇവിടെ നൽകുകയും ചെയ്തു. ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് ആ പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന പുതിയ ബഡ്ജറ്റ്, റിവേഴ്സ്ഡ് ബഡ്ജറ്റിൽ ആ 1000 രൂപയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയെക്കുറിച്ച് വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി മിണ്ടാതെ പോകുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഫലത്തിൽ ആ ഒരു പദ്ധതി ഇനി മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമുക്കറിയാവുന്ന പോലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് അല്ലെങ്കിൽ അതിൽപ്പെട്ട അവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതുമായി ഭവന പദ്ധതി അവർക്ക് വേണ്ടി ആവിഷ്കരിക്കുന്നു. നമുക്കറിയാം ഇവിടെ ലൈഫ് മിഷൻ പദ്ധതി ഉണ്ടായിരുന്നു. തീരദേശത്തുള്ളവർക്ക് വേണ്ടിയിട്ട് പുനർഗേഹം എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നിലവിൽ ചില പദ്ധതികൾ നമ്മുടെ സംസ്ഥാന സർക്കാർ, കഴിഞ്ഞ സർക്കാർ വരുത്തി വെച്ചിട്ടുള്ള ആ പദ്ധതികളിൽ ചിലത് തുടരുന്നു. അതേസമയം വീടില്ലാത്ത എല്ലാവർക്കും വീട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നും ഈ പുതിയ സർക്കാർ പിൻവലിഞ്ഞു നിൽക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമായി വീടിൻ്റെ ഒരു വീട് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ സ്റ്റൈപ്പൻഡ് എന്നുള്ള നിലയിൽ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് ഒരു 1000 രൂപ പോക്കറ്റ് മണി എന്നുള്ള നിലയിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതി കഴിഞ്ഞ സർക്കാർ ഇവിടെ വിഭാവനം ചെയ്തിരുന്നു. അതെവിടെയാണ് എന്നുള്ള ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഫലത്തിൽ നേരത്തെ നമുക്കറിയാവുന്ന പോലെ സർക്കാർ കയറിയ സമയത്ത് തന്നെ ആശമാർക്ക് 3000 രൂപയുടെ വർധനവ് വരുത്തിയിട്ട് 12,000 രൂപയിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ അവരോട് പറഞ്ഞിരുന്ന വാഗ്ദാനം എന്തായിരുന്നു? അവർക്ക് 21,000 രൂപ എന്ന് പറയുന്ന ഇതിലേക്ക് ഓണറേറിയത്തിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ UDF-ന്റെ മുഖ്യമന്ത്രി അധികാരത്തിൽ കയറുന്നതിന് മുൻപ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിവിടെ തീർന്നിരിക്കുന്നു. അപ്പോൾ ആ പറയുന്ന പദ്ധതിയിൽ വെറും ഇപ്പോൾ അതിനുവേണ്ടി തുക നീക്കി വെച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനുള്ളിലേക്ക് ഒരു വർധനവ് ഇതുവരെയായും സർക്കാർ അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ പുതിയ ബഡ്ജറ്റിൽ അതുമായി ബന്ധപ്പെട്ട് മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ബഡ്ജറ്റ് മൊത്തത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ പലയിടത്തും ഇതൊരു കോർപ്പറേറ്റ് വൽക്കരണം, അപ്പോൾ എന്താ പറയുക, ഭൂപരിഷ്കരണം 2.0 എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഭൂമിയും ആകാശവും എല്ലാം കൂടെ ജലമടക്കം എടുത്ത് വിൽക്കാൻ പോകുന്ന ഒരു സമീപനത്തിലേക്ക് പോകുന്നു. ഇവിടെ മദ്യ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ കോർപ്പറേറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് സർക്കാർ തയ്യാറാകുന്നു എന്നതൊക്കെ വേണം നമ്മൾ ഈ ബഡ്ജറ്റിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ഫലത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ
പി വി അൻവർ എന്തായിരുന്നു ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത്, എന്തായിരുന്നു എന്നെല്ലാവർക്കും അറിയാമല്ലോ. അന്ന് പി വി അൻവർ ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്നു. ആ സമയത്ത് സഭയിൽ അദ്ദേഹം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിരുന്നു, അതും വി ഡി സതീശനെതിരായി. എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം. വി ഡി സതീശൻ കർണാടകയിൽ നിന്ന് മീൻവണ്ടിക്കുള്ളിൽ കോടിക്കണക്കിന് രൂപ കടത്തിയിട്ടുണ്ട് വി ഡി സതീശന് വേണ്ടിയിട്ട് എന്നുള്ളതായിരുന്നു പി വി അൻവർ അന്ന് ഉയർത്തിയിരുന്ന ആരോപണം. തുടർന്ന് വി ഡി സതീശൻ പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു മുൻപായി കർണാടകയിലെ മംഗലൂരുവിലേക്കാണ് യാത്ര ചെയ്തതെന്ന് നമുക്കറിയാം. അവിടെ പോയി അദാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി ഗ്രൂപ്പിൻ്റെ ഒരു വളരെ പ്രധാനിയായ ഒരു വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതും ചാർട്ടേഡ് വിമാനത്തിൽ പോകുന്നു. ആ ചാർട്ടേഡ് വിമാനത്തിൻ്റെ തുക ഏറ്റെടുത്തിരിക്കുന്നത് സ്വർണ്ണ കള്ളക്കേസുമായി ബന്ധപ്പെട്ട ഒരു മഹാൻ വ്യക്തിയാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. അതോടൊപ്പം തന്നെ അദ്ദേഹം NDAയുടെ ഒരു നേതാവുമായി കൂടിക്കാഴ്ച, JDSന്റെ ഒരു നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ അദ്ദേഹം ഈ കൊണ്ടുവന്നിരിക്കുന്ന 750 കോടി രൂപയുടെ പദ്ധതിയെ നമുക്ക് സംശയത്തോടു കൂടി നോക്കിക്കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുക്കുന്ന ഓരോ നിലപാടുകളെയും നമുക്ക് സംശയ ദൃഷ്ടിയോടുകൂടി തന്നെ നോക്കിക്കാണേണ്ടി വരും എന്നുള്ളതാണ് ഈ ബജറ്റ് മൊത്തത്തിൽ നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പി വി അൻവർ പറഞ്ഞതിനകത്ത് എവിടേക്കോ ചില വസ്തുതകൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.